ഹായ് സുന്ദരീസ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റത്. പിന്നെ ഇമ്മക്കുട്ടിക്ക് അബാക്കസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുവിടണം. അപ്പോൾ ഇമ്മ പറഞ്ഞു ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈൽ ആവാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈൽ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാവും ദൈവത്തിനറിയാം. അങ്ങനെ ഇമ്മയുടെ സ്കിൻ കെയർ ഇമ്മക്കുട്ടി തന്നെ ചെയ്തോളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇമ്മുവിനെ കൊണ്ടാക്കി തിരിച്ചെത്തി. എൻ്റെ ഹെയർ കെയറും സ്കിൻ കെയറും സൺഡേ നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ദിവസമാണ്. ബാക്കി ദിവസമൊന്നും അതിന് സമയം കിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു സിനിമയ്ക്ക് പോവാമെന്ന്. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി റെഡിയായി. എൻ്റെ മസിലിൻ്റെ ഷോ ഓഫാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ തലവൻ സിനിമ കാണാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ച് ട്വിസ്റ്റുകൾ കൂടുതലാണോ എന്ന് തോന്നി. അതല്ലെങ്കിൽ അടിപൊളി സിനിമയാണ് കേട്ടോ. പിന്നെ ഇമ്മുവിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഡ്രോയിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ ഓർഡർ ചെയ്തു കേട്ടോ. ഒരു ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. പിന്നെ ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീമും ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു.